ആചാരപ്പെരുമയിൽ ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ചമയവിളക്ക് മഹോത്സവം. നൂറുകണക്കിന് പുരുഷന്മാർ അങ്കനമാരുടെ വേഷമണിഞ്ഞ് ചമയവിളക്കെടുത്തു. അഭീഷ്ടകാര്യസിദ്ധിക്കായാണ് ചമയവിളക്കെടുക്കുന്നത്. കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ളവർ വ്രതം നോറ്റ് ചമയവിളക്കെടുക്കാനെത്തി. ദീപാരാധനയ്ക്കു ശേഷം പുരുഷാങ്കനമാർ 5ഉം 7ഉം തിരിയിട്ട ചമയവിളക്കുമായി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചു. പുലർച്ചെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവി ചമയവിളക്ക് കാണാനെത്തുന്നതും കാത്ത് ക്ഷേത്രക്കുളം മുതൽ കുഞ്ഞാലിമൂടും വരെ ഇരുവശങ്ങളിലുമായി അവർ നിരന്നു നിന്നു. ദേവിക്ക് മുന്നിൽ തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയാണ് വിളക്കെടുത്തവർ മടങ്ങിയത്. കാഴ്ചകൾ കാണാനും ക്യാമറയിലും മൊബൈലിലും ഉൾപ്പെടെ പകർത്താനും വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിലേക്കെത്തി. ചമയവിളക്കിന് പിന്നാലെ പുലർച്ചെ ആറാട്ട് നടത്തി പ്രത്യേകം തയ്യാറാക്കിയ കുരുത്തോലപ്പന്തലിൽ ദേവി വിശ്രമിക്കാനായി ഇരുന്നതോടെ ആദ്യ ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. ചമയവിളക്കിന് വർണ്ണം ചാർത്തി കെട്ടുകാഴ്ചയും നടന്നു. ഐതിഹ്യവും വിശ്വാസവും ഇടകലർന്ന ചമയവിളക്ക് ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആർ രാജീവ് ചന്ദ്രൻ, സെക്രട്ടറി കുന്നത്രാടിയിൽ എസ് രാജശേഖരൻ പിള്ള, വിനൂപി നായർ, ജി അനിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വർഷത്തെ വിശ്വപ്രസിദ്ധമായ കൊറ്റംകുളങ്ങര അമ്മയുടെ ചമയവിളക്ക് വളരെ കാര്യഗൗരവമായി തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും വളരെ ചിട്ടയായി തന്നെ ആദ്യം മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 11-ാം തീയതി മുതലാണ് ഈ വർഷത്തെ ഉത്സവം ആരംഭിച്ചത്. മാർച്ച് 11 മുതൽ തന്നെ വളരെ ക്രമീകരണങ്ങളോടുകൂടി ആചാരാനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് ആണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആദിപരാശക്തിയാണ് കൊറ്റംകുളങ്ങര വീരഭട്ടാരിക അമ്മ. 1000 ഭദ്രകാളിയുടെ ശക്തിയാണ് വീരഭട്ടാരിക. ഈ വീരഭട്ടാരിക എന്ന നാമധേയത്തിൽ ലോകത്ത് ഒരൊറ്റ ക്ഷേത്രം മാത്രമേ ഉള്ളൂ, അത് കൊറ്റംകുളങ്ങര ദേവിയാണ്. കൊറ്റംകുളങ്ങര വീരഭട്ടാരിക അമ്മയാണ്. വിളിച്ചാൽ വെളിപ്പുറത്താണ്. ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.